വിശ്വാസം എന്നതൊരു ആത്മീയ ഭാഷയാണ്. ഞാനൊരു പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് വേണ്ടിയിട്ട് ഒത്തിരി വർഷങ്ങളായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. 7 വർഷത്തോളം അതിനുവേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രാർത്ഥനാ വിഷയം. എനിക്ക് ഒത്തിരി ഉള്ളിൽ വിഷമമായി. കർത്താവേ, ഞാൻ ഒത്തിരി കാര്യങ്ങൾ അതിനെ ജസ്റ്റിഫൈ ചെയ്യാൻ നോക്കി. ഇതിങ്ങനെയൊക്കെ ആയതുകൊണ്ട് ഇങ്ങനെയൊക്കെ അങ്ങ് നടക്കണം, അങ്ങ് എന്തുകൊണ്ട് നടക്കുന്നില്ല, അങ്ങ് കൈവിടുവാണോ, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ഞാൻ എൻ്റെ ഉള്ളിൽ നിന്നും സെൻറ്റിമെൻ്റലായിട്ട് കർത്താവിനോട് പറയാൻ തുടങ്ങിയപ്പോൾ കർത്താവിനോട് പറഞ്ഞ വാക്കാണ്, വിശ്വാസം എന്ന ലാംഗ്വേജാണ് എനിക്ക് മനസ്സിലാവത്തുള്ളൂ. അതിനകത്ത് ഇന്ന് സെൻറ്റിമെൻ്റലൊന്നും വർക്കൗട്ട് ആവത്തില്ല. നമ്മുടെ ഇമോഷൻസോ, നമ്മുടെ ഫിയറോ, നമ്മുടെ ഡൗട്ടോ, നമ്മുടെ കംപ്ലയിൻസോ ഒന്നും ദൈവത്തെ ചലിപ്പിക്കാനായിട്ട് സാധിക്കത്തില്ല. എന്നാൽ ദൈവത്തിനെ റെസ്പോണ്ട് ചെയ്യാനായിട്ട് ഒരു കാര്യം മാത്രമേ സാധിക്കത്തുള്ളൂ, അത് ഫെയ്ത്തിനാണ്. ലൂക്കോസിന്റെ സുവിശേഷത്തിൽ 8-ാമത്തെ അധ്യായത്തിൽ ആ സ്ത്രീക്ക് 12 വർഷമായിട്ട് രക്തസ്രാവം ബാധിച്ചിരുന്നു. പല വൈദ്യന്മാരെയും പല ഓപ്ഷൻസ് ട്രൈ ചെയ്തു. ഈ വേൾഡിൽ കാണുന്ന പല ഓപ്ഷൻസും അവൾ ട്രൈ ചെയ്തു. പക്ഷേ അതുകൊണ്ടൊന്നും അവൾക്കൊരു സൗഖ്യത്തെ കിട്ടുവാനായിട്ട് ഇടയായില്ല. അങ്ങനെയുള്ളപ്പോഴാണ് യേശു വരുന്നതറിഞ്ഞ് അവളുടെ ഉള്ളിൽ അവളുടെ ഫെയ്ത്ത് ലാംഗ്വേജ് വർക്ക് ചെയ്തു. പ്രകാരം ചിന്തിച്ചു, അവനെ സ്പർശിച്ചാൽ ഞാൻ സുഖം പ്രാപിക്കും. ആ ഒരു ഭാഷ, ദ ലാംഗ്വേജ് ഓഫ് ഫെയ്ത്ത്, അത് സ്വർഗം കേൾക്കുവാൻ തക്കവണ്ണം ഇടയായി. അതുകൊണ്ട് തന്നെ അവൾ യേശുവിനെ സ്പർശിച്ചപ്പോൾ നിമിഷ നേരം കൊണ്ട് ശക്തി ദൈവത്തിൽ നിന്നും പുറപ്പെട്ട് സൗഖ്യമാക്കുവാൻ തക്കവണ്ണം കർത്താവ് അത്ഭുതം പ്രവർത്തിക്കാൻ തക്കവണ്ണം ഇടയായി. വിശ്വാസം എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിൽ നിന്നുള്ള ഒരു ഫെയ്ത്ത് ലാംഗ്വേജ് ആണ്. പോസിറ്റീവ് കൺഫ്യൂഷൻ അല്ല, അതൊരു ദൈവത്തിൻ്റെ വചനത്തെ ബേസ്ഡ് ആക്കിയിട്ടുള്ള നമ്മുടെ ഹൃദയത്തിൽ നിന്നും വരുന്ന ഒരു വിശ്വാസത്തിൻ്റെ ഭാഷ. അത് സ്വർഗത്തെ ചലിപ്പിക്കുവാൻ തക്കവണ്ണം ഇടയാകും.